Hi friends, welcome to Chesna's Kitchen. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയായാലും നന്നായി കിട്ടും. അപ്പം വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് ഓരോ മെത്തേഡും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പകുതി കണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ വീഡിയോ ഒരിക്കലെങ്കിലും ഫുള്ള് കാണുക കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റാണ്, അതിൻ്റെ ലെയറൊക്കെ ഇളകി വരുന്നുണ്ട്, പിന്നെ ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ വലിയൊരു തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കിലോ മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ തട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇങ്ങനെ ഇടുന്നതിനേക്കാളും നല്ലത് വെള്ളത്തിലിടുന്ന കേട്ടോ. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപ്പിട്ടപ്പം എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറവായിട്ട് തോന്നി. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കുറവ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഉപ്പും പഞ്ചസാരയും ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കിലോ മാവിലേക്ക് ഒരു മുട്ട മതി കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതായി മെഷറിംഗ് കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് എടുത്തത് 1 കിലോ പൊടിക്ക്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് ലൂസിലായിരിക്കും മാവ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പാകത്തിന് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. നമുക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിയിലാണ് ഇപ്പം കുഴച്ച് വെക്കുന്നത്. അപ്പോൾ എനിക്ക് നാളെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാനിപ്പോൾ രാത്രിയിൽ കുഴച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ഇതൊന്ന് കുഴച്ച് വെക്കുകയാണ്. ഇനി ഒരു പാത്രത്തിലിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. കണ്ട് ലൂസായിട്ടായിരിക്കുന്ന മാവ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ ഞാൻ ഈ മാവ് എടുത്ത് നോക്കിയപ്പോഴേക്ക് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റാണ് ഈ മാവ് ഇപ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾ വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു 5-6 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നീട്ടിയെടുത്ത് ഇനി കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉരുളകളാണോ വേണ്ടത് അത്രയും ആക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനൊരു 18 എണ്ണമായിരുന്നു ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾ ചെറുത് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഈ മാവൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം ഓരോ മാവും ഇതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി ഞാനൊരു 10 മിനിറ്റ് ഇതൊന്നൊരു നനഞ്ഞ ക്ലോത്ത് ഇട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ മാവൊന്ന് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ലെയറൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിത് ഓരോ ഉരുളകളെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ കുറച്ച് പൊടി ഇട്ട ശേഷം അതിൻ്റെ മേലേക്ക് ഞാനൊരു ചപ്പാത്തി പോലെ പരത്തി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ പത്തിരിയും നമുക്ക് അട്ടിയായിട്ട് വെച്ച് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിപ്പോൾ എല്ലാ പത്തിരിയും ഇതുപോലെ പരത്തിയെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് തുറക്കുന്നത്. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. അപ്പോഴേ ഇതൊന്ന് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഓരോ പത്തിരികളായിട്ട് നമുക്കിത് ഇളക്കി മാറ്റാം ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇനി നമുക്കിത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തിട്ട് ശീലമില്ലാത്തവർക്ക്. അപ്പോൾ ഇത് അടിച്ചെടുക്കാതെ തന്നെ ഇതിൻ്റെ ലെയറൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനുള്ളൊരു മാർഗ്ഗമാണിത്. ഇത് കണ്ടോ, ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇത് ഭയങ്കര നേരിയതായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ കൈ അതിൻ്റെ ഉള്ളിലൂടെ കാണാൻ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
അപ്പോൾ ഇതൊന്ന് സൂക്ഷിച്ചെടുത്താൽ മതി, എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഓയിൽ ഇടുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും ഒന്ന് വേഗം ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് വെക്കുമ്പോഴും ഒരു തുണി ഇട്ടിട്ട് മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ലെയർ കണ്ടോ, ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. എൻ്റെ കൈയൊക്കെ ഇപ്പുറം തന്നെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ ഇത്രത്തോളം തിന്നായിട്ടാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് നന്നായി ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയതിനുള്ള ഒരു തെളിവാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ബബിൾസ് കയറിയിരിക്കുന്നുണ്ടോ, അത് നമ്മളെ പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഈ പൊറോട്ട പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് മേക്ക് തേച്ച ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു വലിയ കല്ലാണ് ഇവിടെ വെച്ച് കൊടുത്തത്. അപ്പോഴേ നമുക്ക് ഈ പൊറോട്ട ഒന്നിച്ച് അടിച്ചെടുക്കുമ്പോൾ അത് ഒറ്റൊന്നായിട്ട് അടിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ കല്ലിൽ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ 3 പൊറോട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അപ്പോഴേ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് മെഴുക്ക് പുരട്ടിയ ശേഷം ഞാനിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. മെഴുക്ക് അത്യാവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തോളാം. അപ്പോൾ 3 പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മേലെയുള്ള ആ ക്രിസ്പി ഭാഗമൊക്കെ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ ബാക്കിയുള്ള പൊറോട്ടാസൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് അടിച്ചെടുക്കുകയാണ്. കണ്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ലെയറൊക്കെ കണ്ടോ, കറക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള പൊറോട്ടകളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ മുമ്പ് ഞാൻ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയ സമയത്ത് ഞാനിത് പാലിലായിരുന്നു കുഴച്ചെടുത്തത്. അപ്പോൾ അന്നും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വെള്ളത്തിൽ കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് തോന്നി പാലിൽ കുഴക്കുമ്പോൾ. അപ്പോൾ രണ്ടും ടേസ്റ്റ് ഉണ്ട്. ഈ പൊറോട്ട നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ലെയറൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് ഇത്ര ലെയർ വന്നിട്ടില്ല, പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിരുന്നു കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.